ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നയിച്ച ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രധാന നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരം നടത്താൻ റോയൽ ചാർട്ടറിന് അനുമതി നൽകിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? എലിസബത്ത് രാജ്ഞി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരം നടത്താൻ റോയൽ ചാർട്ടറിന് അനുമതി നൽകിയ ബ്രിട്ടീഷ് ഭരണാധികാരി എലിസബത്ത് രാജ്ഞിയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് 1773 പാസാക്കിയ ആദ്യ നിയമം ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് 1773 പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം ഏതാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം ഏതാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഏത് നിയമപ്രകാരമാണ് വാറൽ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായത്? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് വാറൽ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി കൽക്കട്ടയിൽ സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി കൽക്കട്ടയിൽ സ്ഥാപിക്കാൻ കാരണമായ നിയമം 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ഏതാണ്? 1774. 1774 കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമം ഏതാണ്? ചാർട്ടർ ആക്ട്. 1713 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമം. ക്രിസ്ത്യൻ മിഷനറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കാനും അനുവാദം നൽകിയ നിയമം ഏതാണ്? 1813 ചാർട്ടർ ആക്ട്. ക്രിസ്ത്യൻ മിഷനറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കാനും അനുവാദം നൽകിയ നിയമം 1813 ചാർട്ടർ ആക്ട് ആണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമം ഏതാണ്? 1833 ചാർട്ടർ ആക്ട്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമം 1833 ചാർട്ടർ ആക്ട് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭുവാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ഏതാണ്? ചാർട്ടർ ആക്ട് 1853. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് 1853 ആണ്. കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മെക്കാളെ കമ്മിറ്റി. കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് മെക്കാളെ കമ്മിറ്റിയാണ്. ഏത് നിയമപ്രകാരമാണ് മെക്കാളെ കമ്മിറ്റിയെ നിയമിച്ചത്? 1853 ചാർട്ടർ ആക്ട്.
1853 ചാർട്ടർ ആക്ട് നിയമപ്രകാരമാണ് മെക്കാലെ കമ്മിറ്റിയെ നിയമിച്ചത്. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായി പ്രാദേശിക പ്രാതിനിധ്യം നടപ്പിലാക്കിയ നിയമം ഏതാണ്? ചാർട്ടർ ആക്ട് 1853. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായി പ്രാദേശിക പ്രാതിനിധ്യം നടപ്പിലാക്കിയ നിയമം ചാർട്ടർ ആക്ട് 1853 ആണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമം ഏതാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമം 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയ് എന്നാക്കി മാറ്റിയ നിയമം ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയ് എന്നാക്കി മാറ്റിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് ആരായിരുന്നു? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് കാനിങ് പ്രഭു ആയിരുന്നു. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? 1887 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം 1887 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഉന്നത പദവിയായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഉന്നത പദവിയായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആരായിരുന്നു? എഡ്വേർഡ് ഹെൻറി സ്റ്റാലിൻ. ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് എഡ്വേർഡ് ഹെൻറി സ്റ്റാലിൻ ആയിരുന്നു. ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആരായിരുന്നു? വില്യം ഫ്രാൻസിസ് ഹാരി. ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് വില്യം ഫ്രാൻസിസ് ഹാരി ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നത് ആരാണ്? ജോർജ് ഹാമിൽട്ടൺ. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നത് ജോർജ് ഹാമിൽട്ടൺ ആണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം നടന്നത് എന്നാണ്? 1858 നവംബർ 1. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം നടന്നത് 1858 നവംബർ 1. പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. 1859 കാനിങ് പ്രഭു കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അനുമതി നൽകിയ നിയമം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. 1859 കാനിങ് പ്രഭു കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അനുമതി നൽകിയ നിയമം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നറിയപ്പെടുന്നത് എന്താണ്? മിന്റോ മോർലി ഭരണ പരിഷ്കാരം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നറിയപ്പെടുന്നത് മിന്റോ മോർലി ഭരണ പരിഷ്കാരമാണ്. മുസ്ലിം വിഭാഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണ പരിഷ്കാരം ഏതാണ്?
മിന്റോ മോർലി ഭരണ പരിഷ്കാരം. മുസ്ലിം വിഭാഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണ പരിഷ്കാരം മിന്റോ മോർലി ഭരണ പരിഷ്കാരമാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗിക അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? SP സിൻഹ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗിക അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ SP സിൻഹയാണ്. ഇന്ത്യയിൽ സാമുദായിക നിയോജക മണ്ഡലത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിന്റോ പ്രഭു രണ്ടാമൻ. ഇന്ത്യയിൽ സാമുദായിക നിയോജക മണ്ഡലത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മിന്റോ പ്രഭു രണ്ടാമനാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം നിലവിൽ വന്ന വർഷമേതാണ്? 1919. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം നിലവിൽ വന്ന വർഷം 1919. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മോൺഫോർട്ട് പരിഷ്കാരം. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേര് മോൺഫോർട്ട് ഭരണ പരിഷ്കാരം എന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത് ഏത് ഭരണ പരിഷ്കാരമാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണ പരിഷ്കാരം ഏതാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണ പരിഷ്കാരം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ്. ഇന്ത്യയിൽ ആദ്യമായി ദ്വിമണ്ഡല സമ്പ്രദായം നിർദ്ദേശിച്ച ഭരണ പരിഷ്കാരം ഏതാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. ഇന്ത്യയിൽ ആദ്യമായി ദ്വിമണ്ഡല സമ്പ്രദായം നിർദ്ദേശിച്ച ഭരണ പരിഷ്കാരം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ്. ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ കാരണമായ നിയമം ഏതാണ്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടത്താൻ കാരണമായ നിയമം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1920. 1920 ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? റീഡിംഗ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരുന്നു. ഇന്ത്യയിൽ ഉദ്യോഗസ്ഥ നിയമത്തിനായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇന്ത്യയിൽ ഉദ്യോഗസ്ഥ നിയമത്തിനായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അനുസരിച്ചാണ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാനായി ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏതാണ്? ലീ കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാനായി ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനാണ് ലീ കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1926. 1926 ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? സർ റോസ് ബാർക്കർ. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ ആയിരുന്നു. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന ആദ്യ ബ്രിട്ടീഷ് പ്രവിശ്യ ഏതാണ്? മദ്രാസ്. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന ആദ്യ ബ്രിട്ടീഷ് പ്രവിശ്യ മദ്രാസ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഈ സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923
ജനുവരി 1-നാണ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1922 ഗയ സമ്മേളനം. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം 1922 ഗയ സമ്മേളനമാണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസും ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമാണ്. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതനായ കമ്മിറ്റി ഏതാണ്? മുദിമാൻ കമ്മിറ്റി. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതനായ കമ്മിറ്റിയാണ് മുദിമാൻ കമ്മിറ്റി. മുദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. മുദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്തായിരുന്നു? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഈ സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നായിരുന്നു. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? 1927 1927 ലണ്ടനിലാണ് സൈമൺ കമ്മീഷൻ രൂപീകൃതമായത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ്? 1928 ഫെബ്രുവരി 3-ന്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1928 ഫെബ്രുവരി 3-നാണ്. സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ജോൺ സൈമൺ ആയിരുന്നു. അപ്പോൾ ജോൺ സൈമൺ ചെയർമാനായിരുന്ന സൈമൺ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 7 അംഗങ്ങൾ. സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. സൈമൺ കമ്മീഷനിൽ അംഗമായ ശേഷം പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷനിൽ അംഗമായ ശേഷം പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തി ക്ലെമന്റ് ആറ്റ്ലിയാണ്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യം എന്തായിരുന്നു? സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ പ്രധാനമായും ഉയർന്നൊരു മുദ്രാവാക്യമായിരുന്നു സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് യൂസഫ് മെഹർ അലിയാണ്. സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ഈ സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും അംഗമല്ലായിരുന്നു. സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും അംഗമല്ലാതിരുന്നതുകൊണ്ടാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാനുള്ള കാരണം. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജിൽ മരണപ്പെട്ട നേതാവ് ആരാണ്? ലാല ലജ്പത് റായ്. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജിൽ മരണപ്പെട്ട നേതാവ് ലാല ലജ്പത് റായ് ആണ്. സൈമൺ കമ്മീഷൻ തിരികെ പോയ വർഷം ഏതാണ്? 1929 മാർച്ച് 3. സൈമൺ കമ്മീഷൻ തിരികെ പോയ വർഷം 1929 മാർച്ച് 3 ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1930 മെയ് 27. അപ്പോൾ ഈ 4 വർഷവും അടുത്തടുത്ത വർഷങ്ങളായതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928. സൈമൺ കമ്മീഷൻ തിരികെ പോയത് 1929. സൈമൺ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നൽകിയത് 1930. ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1927 നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ബട്ട്ലർ കമ്മിറ്റി. ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1927 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ബട്ട്ലർ കമ്മിറ്റി.
ഇന്ത്യയിലെ പിന്നാക്ക സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം ഏതാണ്? കമ്മ്യൂണൽ അവാർഡ്. ഇന്ത്യയിലെ പിന്നാക്ക സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം കമ്മ്യൂണൽ അവാർഡാണ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1932 ഓഗസ്റ്റ് 16. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം 1932 ഓഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ആണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? പൂന ഉടമ്പടി. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി പൂന ഉടമ്പടിയാണ്. പൂന ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? 1932 സെപ്റ്റംബർ 24. പൂന ഉടമ്പടി ഒപ്പുവെച്ചത് 1932 സെപ്റ്റംബർ 24 ഇത് അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുള്ളൊരു ഉടമ്പടിയായിരുന്നു. ഇതിൽ ഒപ്പുവെച്ചത് അംബേദ്കറും ഗാന്ധിജിക്ക് വേണ്ടി ഒപ്പുവെച്ചത് മദൻ മോഹൻ മാളവീയുമാണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപനം നടത്തിയ ജയിൽ ഏതാണ്? പൂനെയിലെ യർവാദ ജയിൽ. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹ പ്രഖ്യാപനം നടത്തിയ ജയിൽ പൂനെയിലെ യർവാദ ജയിലാണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഏത് നിയമമാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യക്കൊരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത് ഏത് നിയമപ്രകാരമാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ ശില്പി ആരായിരുന്നു? സർ സാമുവൽ ഹോയർ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ ശില്പി സർ സാമുവൽ ഹോയർ ആയിരുന്നു. ഗവർണറെ സംസ്ഥാന ഭരണത്തലവനായി നിയമിക്കുക എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന ഏത് നിയമത്തിൽ നിന്നുമാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവർണറെ സംസ്ഥാന ഭരണത്തലവനായി നിയമിക്കുക എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. 1939 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനം ഏതാണ്? ആഗസ്റ്റ് ഓഫർ. 1939 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഓഫർ. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൻ ലിത്ഗോ പ്രഭു ആണ്. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എന്നാണ്? 1940 ഓഗസ്റ്റ് 8. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് 1940 ഓഗസ്റ്റ് 8 ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റി ഏതാണ്? ക്രിസ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിസ് മിഷൻ. ക്രിസ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1942 മാർച്ച് 22. ക്രിസ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് 22. ക്രിസ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ.
ക്രിസ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിസ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിസ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിസ് മിഷനെ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിസ് മിഷനെയാണ്. ബേവൽ പ്രഭു ബേവൽ പ്ലാൻ മുന്നോട്ട് വെച്ചത് എന്നാണ്? 1945 ജൂൺ 14. ബേവൽ പ്രഭു ബേവൽ പ്ലാൻ മുന്നോട്ട് വെച്ചത് 1945 ജൂൺ 14 ബേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം ഏതാണ്? 1945 സിംല കോൺഫറൻസ്. ബേവൽ പ്ലാനിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗമാണ് 1945 സിംല കോൺഫറൻസ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? പെത്വിക് ലോറൻസ് ആയിരുന്നു ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ. കൂടാതെ മറ്റു 2 അംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവർ സ്റ്റാഫോർഡ് ക്രിപ്സും AB അലക്സാണ്ടറുമായിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസും സ്റ്റാഫോർഡ് ക്രിപ്സും AB അലക്സാണ്ടറുമായിരുന്നു. ഇതിൽ പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചതെന്നാണ്? 1946 സെപ്റ്റംബർ 2. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത് 1946 സെപ്റ്റംബർ 2. ഈ ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ബേവൽ പ്രഭു. ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ബേവൽ പ്രഭു ആയിരുന്നു. ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. അപ്പോൾ ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ബേവൽ പ്രഭു. വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. ഇടക്കാല മന്ത്രിസഭയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ്? കൃഷിയും ഭക്ഷ്യവകുപ്പും. ഇടക്കാല മന്ത്രിസഭയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ കൃഷിയും ഭക്ഷ്യവകുപ്പുമാണ്. ഇടക്കാല മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു? ഡോക്ടർ ജോൺ മത്തായി. ഇടക്കാല മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.